ഗോൾഡൻ സൺറൈസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോകുന്നത് 88 പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നു. ഓഗസ്റ്റ് 8 നാളെ നമുക്ക് ഒരു അത്ഭുതമാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്നത്. ഊർജത്തിൻ്റെ മഹാപ്രവാഹം നടക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 8. ആ ദിവസം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി. അത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്താണ് 88 പോർട്ടൽ? ഇതിൻ്റെ മറ്റൊരു പേരാണ് ലയൺ ഗേറ്റ് പോർട്ടൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു പ്രതിഭാസമാണ് ലയൺസ് ഗേറ്റ് പോർട്ടൽ. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 12 വരെ സൂര്യനും സിറിയസ് എന്ന നക്ഷത്രവും ഭൂമിയുമായി നേർരേഖയിൽ വരുന്നു. വളരെയധികം ഊർജപ്രവാഹം നടക്കുന്ന ദിവസങ്ങളാണിവ. നമ്മുടെ ഏതൊരാഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും ഈ ദിവസങ്ങളിലൂടെ. അതിന് ഏറ്റവും യോജിച്ച ദിവസം ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 ഈ പോർട്ടൽ വളരെയധികം ശക്തിയാകുന്നത്. എന്താണ് ഈ പോർട്ടലിൽ നിന്ന് നമുക്ക് നോക്കാം. സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരുന്നത് കൊണ്ടാണ് ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് ഓഗസ്റ്റ് 8 വിളിക്കുന്നത്. പുരാതന ഈജിപ്തുകാർ സിറിയസ് നക്ഷത്രത്തെ വളരെയധികം ആരാധിച്ചിരുന്നു. അതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് നൈൽ നദിയിൽ വെള്ളം ഉയരുന്നതും താഴുന്നതും എന്നൊക്കെ അവർ വളരെയധികം നിരീക്ഷിച്ചിരുന്നു. 8 എന്ന സംഖ്യയ്ക്ക് ന്യൂമറോളജിയിൽ, അതായത് സംഖ്യാശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമാണുള്ളത്. അത് സമൃദ്ധിയെ കുറിക്കുന്നു, അനന്തതയെ സൂചിപ്പിക്കുന്നു. ഈ പോർട്ടൽ തുറക്കുന്ന ദിവസം ഊർജം ശക്തമായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ മാറ്റം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ഞാനിവിടെ പറയാൻ പോകുന്ന കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എത്ര കഠിനമായ ആഗ്രഹവും എത്ര വലിയ ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. അതായത് 88 പോർട്ടലാണല്ലോ ഓപ്പൺ ആയിരിക്കും. ഓഗസ്റ്റ് എന്ന് പറയുന്ന 8 മാസം 8 തീയതി. അപ്പോൾ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ട സമയം രാവിലെ 8 മണി, രാത്രി 8 മണിയാണ്. രാവിലെ 8 മണി മുതൽ 8:59 വരെയുള്ള സമയത്തും, അതുപോലെ തന്നെ രാത്രി 8 മണി മുതൽ 8:59 വരെയുള്ള സമയത്തും നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇതിനായി നമുക്ക് ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. ബ്ലാക്ക് ഒഴികെ ഏത് മഷിപ്പേന വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ, റെഡ്, ബ്ലൂ എന്നീ മഷികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പേപ്പർ അല്ലെങ്കിൽ നമുക്ക് ബുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നതും അത് നമുക്ക് ഒരു ബുക്ക് അതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ പോർട്ടലിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 8 കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ 1 2 3 4 5 അങ്ങനെ 8 കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ 8 സങ്കല്പിച്ച് എഴുതാവുന്നതാണ്. ഇപ്പോൾ അത് എഴുതുന്നതിന് മുൻപ് നമ്മൾ എഴുതുന്ന പേജിൻ്റെ മുകളിലായിട്ട് 88 പോർട്ടൽ എന്ന് എഴുതുക. എന്നിട്ട് 1 2 3 4 5 7 8 എന്ന് നമ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ 8 മണി മുതൽ 8:59 വരെയുള്ള സമയങ്ങളിൽ എഴുതുക. എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നടക്കേണ്ടതായ ആഗ്രഹങ്ങൾ. എനിക്കിപ്പോൾ ഒരു നല്ല ജോലി വേണം, അല്ലെങ്കിൽ കുറച്ച് പണം വേണം, അല്ലെങ്കിൽ രോഗം മാറണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ. ഇതെല്ലാം നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് നടന്നതായിട്ട് സങ്കല്പിക്കണം. എനിക്ക് ഒരു നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ എൻ്റെ കയ്യിൽ വന്നു, അല്ലെങ്കിൽ എന്താണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങനെ എഴുതുക. നടന്നതായിട്ട് എഴുതണം, ആഗ്രഹിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജോലിയുടെ കാര്യമാണ് പറയുന്നവർ, എനിക്ക് ഒരു ജോലി സന്തോഷമായിരിക്കുന്നു എന്ന് 8 തവണ എഴുതാം. 1 2 3 4 5 7 8 നമ്മൾ 8 വെച്ചിരിക്കുകയാണല്ലോ. അവിടെ നമ്മൾക്ക് എഴുതാം കിട്ടിയതായിട്ട്. ജോലി കിട്ടിയാൽ എത്രമാത്രം സന്തോഷമുണ്ടോ ആ സന്തോഷത്തോടു കൂടി വേണം നമ്മളത് എഴുതുവാൻ. അതുപോലെ തന്നെ പണമാണെങ്കിലും അതുപോലെ നമ്മുടെ കുട്ടികളായി ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് എന്ത് വേണം, നമുക്കൊരു വീട് വയ്ക്കാൻ സാധിച്ചു, നന്ദി എന്നൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം തന്നെ എഴുതുന്നവർക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ 8 കാര്യങ്ങൾ നമുക്ക്
എഴുതാമെന്ന് 1 2 3 4 5 7 8 എന്നിട്ടിട്ട് 8 കാര്യങ്ങൾ നടന്നതായിട്ട് സങ്കല്പിച്ച് എഴുതാവുന്നതാണ്. പിന്നെ ഒരു വിശ്വാസത്തിൽ നമ്മൾ എഴുതുക, ഇത് നമുക്ക് സാധിച്ച് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുക, ആഗ്രഹിച്ച് എഴുതുക. ഉറപ്പായിട്ടും ഇത് നടക്കുന്ന കാര്യമാണ്. 8 തവണ എഴുതുക. ആ 8 നമ്മൾ ഉപയോഗിക്കേണ്ട സമയം രാവിലെ 8 മണി തൊട്ട് 8:59 വരെയും, അതുപോലെ തന്നെ വൈകുന്നേരം 8 മണി തൊട്ട് 8:59 ആണ്. ഇനി എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ 12-ാം തീയതി വരെ നമ്മൾക്കിത് എഴുതാവുന്നതാണ്. ആ സമയം നമ്മൾ ഒരേ സമയം കീപ്പ് ചെയ്യണം. 8 മണി രാവിലെയാണെങ്കിൽ രാവിലെ 8 മണി, അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ രാത്രി 8 മണി. ഒരേ സമയം കീപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മളൊരു 8 മണിക്ക് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ 8-ന് ഉടനെ തുടങ്ങണമെന്നില്ല. 8 അങ്ങനെയൊക്കെ നമുക്ക് 8 ആകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. വളരെ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് 88 പോർട്ടൽ. വളരെ ഊർജ്ജമാണ് പ്രപഞ്ചത്തിൽ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഊർജ്ജം നമ്മളിലേക്കും എത്തും. അത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് അറിയില്ല ഇതെങ്ങനെയാണിത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു, അത് നടന്നതായിട്ട് നമ്മൾ ആഗ്രഹിച്ച് സങ്കല്പിക്കുക. നടന്നതാകുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുണ്ടോ, സന്തോഷമുണ്ടോ അതെല്ലാം മനസ്സിൽ കൊണ്ടുവരും. ചിലർക്ക് ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്കാകട്ടെ കുറച്ച് താമസിച്ച് കിട്ടുന്നത് കാണാം. ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് വെച്ചാൽ നമ്മൾ എത്ര ശക്തമായിട്ട് ആഗ്രഹിക്കുന്നോ, എത്ര ശക്തമായിട്ട് വിശ്വസിക്കുന്നോ, നടക്കുമെന്ന് വിശ്വസിക്കുന്നോ, അപ്പോൾ നമുക്ക് പ്രപഞ്ചം അത് നടത്തിത്തരുന്നു, ശക്തികൾ അത് നടത്തിത്തരുന്നു. അപ്പോൾ ഈ 88 പോർട്ടൽ വളരെ പ്രയോജനമായി ഉപയോഗപ്പെടുത്തുക. എല്ലാവരും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഇത് കേൾക്കുമ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് സങ്കല്പിക്കുക, നടന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി എഴുതാൻ മടിയുള്ളവർക്ക് അത് നടന്നതായിട്ട് സങ്കല്പിക്കാം. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടൊരു സ്ഥലത്ത് പോയിരുന്ന മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഇന്ന കാര്യങ്ങൾ നടന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു എന്ന് സങ്കല്പിക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ആരെയും ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക, അതുപോലെ സങ്കല്പിക്കുക. എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ തവണ ഒരു പോർട്ടലിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല. അതെന്താണ് സങ്കല്പിക്കാമെന്നൊക്കെ ചിലർക്ക് അറിയില്ല. നമുക്കിങ്ങനെ നടക്കാനുള്ള ആഗ്രഹങ്ങൾ വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് നടന്ന് കിട്ടും. പ്രപഞ്ചം അത് നടത്തി തരും. പിന്നെ നമ്മൾ ആ 8 തവണ എഴുതി 8 തവണ എഴുതി കഴിയുമ്പോൾ താങ്ക് യു എന്ന് ഒരു വാക്കും കൂടെ എഴുതുക. ഓഗസ്റ്റ് 12-ാം തീയതി വരെ നമുക്കിങ്ങനെ എഴുതാവുന്നതാണ്, മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ താങ്ക് യു എന്നും കൂടി പറയുക, എഴുതുക. എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.